പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. ചാമ്പ്യൻസ് ലീഗിലെ നാണം കെട്ട തോൽവിക്ക് ശേഷം പ്രീമിയർ ലീഗിലും നീലപ്പടക്ക് രക്ഷയില്ല. ഹിൽ ഡിക്കിൻസൺ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ ചെൽസിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ് എവർട്ടൺ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ PSG ഏറ്റുവാങ്ങിയ ആ നാണം കെട്ട തോൽവിയിൽ നിന്നും ചെൽസി ഒരു പാഠവും ഉൾക്കൊണ്ടില്ല എന്ന് വേണം കരുതാൻ. 8 വർഷത്തിന് ശേഷം യൂറോപ്പിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്ന എവർട്ടണും ഓരോ മത്സരം കഴിയുന്തോറും തകർച്ചയിലേക്ക് നീങ്ങുന്ന ചെൽസിയും. എന്താണ് മേഴ്സിസൈഡിൽ നടന്നത് നമുക്ക് നോക്കാം. എവർട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്നതുല്യമായ ഒരു വിജയമാണ്. പുതിയ സ്റ്റേഡിയത്തിൽ ഒരു മത്സരത്തിൽ 2 ഗോളുകൾ നേടുന്ന ആദ്യ താരമായി ബെറ്റോ ചരിത്രം കുറിച്ചു. ജെയിംസ് കാർണർ എന്ന യുവതാരത്തിന്റെ മാന്ത്രിക പാസുകൾ ചെൽസി പ്രതിരോധത്തെ കീറി മുറിക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ടീമിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആവേശം ഗാർണറുടെ ഓരോ നീക്കത്തിലും ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷം ഇലിമാൻ എൻജിയെ നേടിയ ആ 3-ാം ഗോൾ ചെൽസിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരുന്നു. സ്വന്തം മൈതാനത്ത് തുടർച്ചയായ 2ാം വിജയം നേടിയതോടെ എവർട്ടൺ ആരാധകർ ആഘോഷത്തിലാണ്. എവർട്ടന്റെ വിജയത്തിന് പിന്നിൽ മറ്റൊരു ഹീറോ കൂടെയുണ്ട്, ജോർദാൻ പിക്ഫോർഡ്. തന്റെ 100-ാം ക്ലീൻ ഷീറ്റ് തികച്ച പിക്ഫോർഡ് ചെൽസിക്ക് ഗോളുകൾ നിഷേധിക്കുന്ന വൻമതിലായി മാറി. എൻസോ ഫെർണാണ്ടസിന്റെ 2 മാരക ഷോട്ടുകളാണ് പിക്ഫോർഡ് വിസ്മയകരമായി തടഞ്ഞത്. ചെൽസിയുടെ റോബർട്ട് സാഞ്ചസ് പിഴവുകൾ വരുത്തുമ്പോൾ മറുവശത്ത് പിക്ഫോർഡ് ലോകോത്തര സേവുകളുമായി ടീമിനെ കാത്തു. മത്സരത്തിന്റെ അവസാന നിമിഷം ഇലിമാൻ എൻഡിയെ നേടിയ ആ 3-ാം ഗോൾ ചെൽസിയുടെ സകല പ്രതീക്ഷകളും തകർത്തു കളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഒരു ഡോമിനന്റ് വിജയം. മറുവശത്ത് ചെൽസിയുടെ അവസ്ഥ അതീവ ദയനീയമാണ്. എല്ലാ ടൂർണമെന്റുകളുമായി തുടർച്ചയായ 4-ാം തോൽവിയാണ് അവർ ഏറ്റുവാങ്ങുന്നത്. PSG നേരിട്ട 8-2 എന്ന നാണം കെട്ട അഗ്രിഗേറ്റ് സ്കോർ ഇപ്പോഴും ആരാധകരെ വേട്ടയാടുന്നുണ്ട്. അതിനു പിന്നാലെയാണ് ന്യൂകാസലിനോടും ഇപ്പോൾ എവർട്ടണോടും ഏറ്റുവാങ്ങിയ തോൽവികൾ. എൻസോ ഫെർണാണ്ടസ് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുന്നതും ചെൽസിയുടെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ടാവണം. ടീമിലെ തളർച്ചയും ഒത്തിണക്കമില്ലായ്മയും ലിയാം റൊസനിയറുടെ സിസ്റ്റത്തെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ എവർട്ടൺ ഇപ്പോൾ 7-ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുന്നു. 6-ാം സ്ഥാനത്തുള്ള ചെൽസിയുമായി വെറും 2 പോയിന്റിന്റെ വ്യത്യാസം മാത്രം. അടുത്ത കുറച്ച് മത്സരങ്ങൾ കൂടി വിജയിച്ചാൽ എവർട്ടൺ ചെൽസിയെ പിന്തള്ളി മുന്നിലെത്തിയേക്കും. ഡേവിഡ് മോയിസ് എന്ന അനുഭവസമ്പന്നനായ പരിശീലകന്റെ കീഴിൽ എവർട്ടൺ ടീം എത്രത്തോളം ഒത്തിണക്കത്തോടെ കളിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വിജയം. ചെൽസിക്ക് ഇനി വരാനിരിക്കുന്നത് കഠിനമായ പരീക്ഷണങ്ങളാണ്. മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ് അടുത്ത എതിരാളികൾ. ചെൽസി ഇതേ ഫോം തുടർന്നാൽ ലണ്ടൻ ക്ലബിന് അടുത്ത സീസണിൽ യൂറോപ്യൻ യോഗ്യത പോലും നഷ്ടമായേക്കാം. എവർട്ടൺ തങ്ങളുടെ പ്രതാപകാലം വീണ്ടെടുക്കുമോ? കോച്ചുമാരെ പുറത്താക്കുന്നത് ഹോബിയാക്കിയ ചെൽസി മാനേജ്മെന്റ് ഈ തോൽവിക്ക് പിന്നാലെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.